ഇന്നത്തെ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. ഡീന ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന സാറിൻ്റെ ഒരു സുഹൃത്താണ്. എനിക്ക് ഇന്ന് വരയ്ക്കുന്നതിനെ കുറിച്ച് വളരെയധികം മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് ഇത്രയൊന്നും നന്നായിട്ട് വരയ്ക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ എളുപ്പത്തിൽ വരയ്ക്കുന്ന ടെക്നീക്സൊക്കെ എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. ടീച്ചറിൻ്റെ ക്ലാസ് വളരെയധികം രണ്ടാമത് ഒരാൾ തന്നെയല്ലേ അത് അത് കൂടി പോവാം. അവർ മൂന്നാളും കൂടി ഇവിടെ വന്നിട്ട് നോക്കി സാധനമില്ല. ഇനി അപ്പോൾ അതെ അത് മിന്നൽ പോലെ പോണ സാധനമാണ്. നമ്മളവിടെ ചെന്നപ്പോ അത് പോയിട്ടുണ്ടാവും. അപ്പൊ അതറിയണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഈ വാഴല അവിടെ വെക്കണം, എന്നിട്ട് വന്നിട്ട് നോക്കണം. അങ്ങനെ അവര് ആ പരീക്ഷണം ചെയ്യാൻ തീരുമാനിച്ചു. ആ വെട്ടിയ വാഴല അവിടെ വെച്ചു. തിരിച്ചുകൂടെ വന്ന് നോക്കി ഇതേതായിട്ട്. അപ്പൊ അവരൊരു കാര്യം ഉറപ്പായി, ഇത് വാഴലയായിരുന്നു. എന്തല്ല, പശുവല്ല, തുണിയാലിക്കല്ല, കൃഷിയല്ല, വെറും വാഴലയാണ്. അപ്പൊ അവര് ചെയ്ത പരീക്ഷണത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. നിരീക്ഷണം നടത്തി, വിശകലനം നടത്തി, എന്നിട്ട് ഒരു കാര്യത്തിലേക്ക് സയന്റിഫിക് ആയിട്ട് നമ്മളെങ്ങനെ ഒരു പ്രോജക്റ്റ് വിഭാവനം ചെയ്യും എന്നുള്ള രൂപത്തിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പടിപടിയായിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പല കാര്യങ്ങളിലേക്ക് സയന്റിഫിക് മെത്തേഡിനെ പറ്റി ചർച്ച ചെയ്യും. എങ്ങനെയാണ് സയന്റിഫിക് മെത്തേഡ്, എന്തൊക്കെയാണ് സ്റ്റെപ്സ്, എങ്ങനെയാണ് സയന്റിഫിക് മെത്തേഡ് പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി പഠിക്കും. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പഠിക്കും. അവർ തമ്മിലുള്ള വ്യത്യാസം പഠിക്കും. ആ രണ്ട് പ്രോജക്റ്റുകളിലെ ഡിഫറൻറ്റ് സ്കോപ്പുകൾ, എന്തിനാണ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുണ്ട്. അതും നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ പഠിച്ചിട്ട് ഒരു പ്രോജക്റ്റ് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ലക്ഷ്യം. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക മാത്രമല്ല, സ്വയം ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുകൂടി നമ്മുടെ ക്ലാസ്സിന്റെ ലക്ഷ്യമാണ്. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം.